കേരളത്തെ മുച്ചൂടും നശിപ്പിച്ച കാരണഭൂതൻ നമഃ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് തുടങ്ങാം. കാരണഭൂതൻ കേരളത്തെ രക്ഷിക്കാൻ പോകുന്നു, കേരളത്തിൻ്റെ രക്ഷകനാണ് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയിട്ടുള്ള CPMൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഇപ്പോൾ അദ്ദേഹം ഏത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെടാവുന്ന ഒരു സാഹചര്യത്തിലാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തയല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. അവിടെ ഇപ്പോൾ നല്ലൊരു ജില്ലാ സെക്രട്ടറി ഉണ്ട്. അദ്ദേഹം ഇലക്ഷൻ നിൽക്കുകയാണ്. അതായത് വർക്കലയിൽ നിന്നുള്ള ജോയ്, അദ്ദേഹം ജയിക്കുമെന്നുള്ള വാർത്തകളാണ് ആറ്റിങ്ങലിൽ നിന്ന് വരുന്നത്. അപ്പം അത് പിന്നീട് നമുക്ക് പറയാം. ഇപ്പോൾ പറയുന്നത് നമ്മളെ കാരണഭൂതൻ ഇപ്പോൾ വിദേശത്ത് പോയി വളരെ ദുരൂഹമായ സാഹചര്യങ്ങളിലൂടെ അധോലോക പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ള കാര്യം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ പോയിരിക്കുന്നത് നമ്മുടെ ഷാജി പാണ്ഡ്യാല പറയുന്ന പോലെ ഒരു റൈസ് പുള്ളർ ബിസിനസ്സിന് വേണ്ടിയിട്ടാണെന്നും അദ്ദേഹത്തിന് അഞ്ചരക്കണ്ടിയിൽ നിന്ന് റൈസ് പുള്ളർ പൊക്കിക്കൊണ്ട് പോവുകയാണെന്നും ഭരണസ്വാധീനം ഉപയോഗിച്ച് പോലീസിനെ ഉപയോഗിച്ച് അദ്ദേഹം പൊക്കിക്കൊണ്ട് പോയതാണെന്നും അത് അതീവ രഹസ്യമായിട്ടാണ് കടത്തിയതെന്നും അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൈവശം സൂക്ഷിക്കേണ്ട മെറ്റീരിയലായിരുന്നുവെന്നും അത് വിദേശത്ത് കൊണ്ടുപോയി കച്ചവടം ചെയ്തുവെന്നും ബാലിയിൽ 1,20,000 കോടി രൂപ ഇതിൽ നിന്ന് കിട്ടിയ വരുമാനം നിക്ഷേപിച്ചു എന്നുമൊക്കെയുള്ള പ്രചരണങ്ങൾ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതോടൊപ്പം തന്നെ ഇതിൽ പങ്കാളിയായിക്കൊണ്ട് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേശൻ ഇന്തോനേഷ്യയിലേക്ക് പോയെന്നും അവിടെ വെച്ച് അവരെല്ലാവരും കൂടെ കൂടിച്ചേർന്നുകൊണ്ട് കാര്യങ്ങൾ നടത്തുകയാണെന്നും എന്നുള്ള വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, പിണറായി വിജയൻ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെടാവുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇന്ത്യയിൽ പല മുഖ്യമന്ത്രിമാരെക്കുറിച്ചും എൻഫോഴ്സ്മെൻറ്റ് കള്ളക്കേസുകൾ എടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇന്ത്യയിലെ രാജ്യദ്രോഹ കുറ്റങ്ങൾക്ക് മാത്രമല്ല മാഫിയ പ്രവർത്തനങ്ങൾക്കും അതേപോലെ എൻഫോഴ്സ്മെൻറ്റ് കേസുകൾക്കും തുടങ്ങി എല്ലാ തരത്തിലുള്ള കേസുകൾക്കും അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തിയാണ്. 2005 ലാവ്ലിൻ കേസ് പുറത്തു കൊണ്ടുവന്നത് മുതൽ ഞാൻ ലാവ്ലിൻ കേസ് CBI എൻക്വയറി കൊണ്ടുവന്നത് മുതൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള വ്യക്തമായ പഠനവും കൃത്യമായ വിവരങ്ങളും ലോകത്തിന് നൽകിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ലാവ്ലിൻ കേസ് ഇപ്പോൾ 43ാം തവണയും സുപ്രീം കോടതി മാറ്റിവെച്ചു, അട്ടിമറിച്ചു കേസ് എന്ന് പറയുന്ന ഒരു കാര്യം നടന്നിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ഇവിടെ നിന്ന് ഒരു ദിവസം കുടുംബസമേതം മരുമോനോടൊത്ത് അവിടെ മന്ത്രിസഭാ യോഗം പോലും നടത്താതെ മുങ്ങിയിരിക്കുന്നത്. ഗവർണർക്ക് ഈ നിമിഷം വരെ വിവരമില്ല. 7-8 രാഷ്ട്രങ്ങളിലാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. 8 രാഷ്ട്രങ്ങളിൽ അദ്ദേഹം നിക്ഷേപങ്ങൾ നടത്താൻ പോകുന്നു. അത് മകളുടെയും മകൻ്റെയും മരുമക്കളുടെയും പേരിലും അവരുടെ ബന്ധുക്കളുടെ പേരിലുമൊക്കെല്ലാം ആക്കിയിട്ടാണ് അദ്ദേഹം മടങ്ങി വരാൻ പോകുന്നത് എന്നുള്ള വിവരങ്ങളുമാണ് പുറത്തു വരുന്നത്. ഇവിടെ കേരളത്തിൽ 2 BJP നേതാക്കന്മാർക്കും പങ്കുണ്ട് എന്നുള്ള വിവരങ്ങൾ BJP കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ V മുരളീധരനും K സുരേന്ദ്രനുമാണ് അവരുടെ ആ 2 പേർ. പിന്നെ യൂസഫ് അലിയാണ് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾ. ഇവരുടെ പണം നിക്ഷേപിക്കുന്ന ഒരു ഘടകമാണ് യൂസഫ് അലി. അദ്ദേഹത്തിൻ്റെ കമ്പനികളിലെല്ലാം തന്നെ ഈ പിണറായി വിജയൻ്റെയും K സുരേന്ദ്രൻ്റെയും V മുരളീധരൻ്റെയും പണമുണ്ടെന്നുള്ള വൻതോതിലുള്ള സമ്പാദ്യം നിക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും നേരത്തെ പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. BJP കേന്ദ്രങ്ങളാണ് അത് പ്രചരിപ്പിക്കുന്നത്. ഇവരാണ് കേരളത്തെ ഭരിക്കുന്നത്. V മുരളീധരൻ, K സുരേന്ദ്രൻ, യൂസഫ് അലി, പിണറായി അടങ്ങിയ ഒരു കോക്കസാണ് കേരളത്തെ ഭരിക്കുന്നത്. അവരാണ് ഇവിടെ എന്തൊക്കെ നടത്തണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നത്. പിണറായി വിജയൻ്റെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, പിണറായി വിജയൻ്റെ ഡോളർ കടത്ത് കേസ്, പിണറായി വിജയൻ്റെ ലൈഫ് മിഷൻ തട്ടിപ്പ് കേസ്, അതേപോലെ തന്നെയാണ് മാസപ്പടി വിവാദം. ഇതിലെല്ലാം പിണറായി വിജയനും മക്കളും ഭാര്യയും എല്ലാം ഇൻവോൾവാണ്. വിദേശത്ത് പിണറായി വിജയൻ 25,000 കോടിയുടെ നിക്ഷേപമുണ്ടെന്നുള്ള വാർത്ത ക്രൈമാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. പിന്നീട് നമുക്കറിയാം, മാസപ്പടി വിവാദത്തിലൂടെ കൃത്യമായി തന്നെ ഈ കാര്യം നമുക്ക് തെളിഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് അവസാനം 5,000 കോടി രൂപയോളം ഈ കരിമണൽ കച്ചവടത്തിലൂടെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ള വിവരങ്ങൾ നമുക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാ മേഖലകളിൽ നിന്നും ഊറ്റിയെടുത്തിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് പണമുണ്ടാക്കിയത്. ഇപ്പോൾ അദ്ദേഹം അഞ്ചരക്കണ്ടിയിൽ നിന്ന് ഏതോ റൈസ് പുള്ളർ ഒറിജിനൽ കണ്ടെത്തിയെന്നും അതേ ഇവിടെ നിന്ന് ഇന്ത്യ ഗവൺമെൻറ്റിന് മാത്രം അവകാശപ്പെട്ട ഈ സ്വത്ത് ഇവിടെ നിന്ന് അടിച്ചു കൊണ്ടുപോയി വിദേശത്ത് എത്തിച്ചുവെന്നും അവിടെ വെച്ച് കച്ചവടം ചെയ്തുവെന്നും അതിൻ്റെ വരുമാനം പല ആളുകൾക്കും പങ്കുവെക്കുന്നതിൻ്റെ പേരിൽ മാറ്റുന്നതിൻ്റെ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് മുങ്ങിയതെന്നുമുള്ള വാർത്തകളാണ് വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നത്. അത് ഇന്ത്യ ഗവൺമെൻറ്റിന് അംഗീകാരമില്ലാതെയാണ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളും വളരെ സജീവമാണ്. ഇതിലെല്ലാം പങ്കാളിയാകുന്ന V മുരളീധരനും K സുരേന്ദ്രനും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ലാവ്ലിൻ കേസും മറ്റുള്ള കേസുകളിലെല്ലാം പിണറായി വിജയനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിൽ മുഖ്യ പങ്കാളികളാണ്. ഇവിടെ BJP വളരണ്ട, പകരം
ഞങ്ങൾ വളർന്നാൽ മതി, ഞങ്ങളെ പോക്കറ്റ് വീർത്താൽ മതി എന്ന് ചിന്തിക്കുന്ന നേതാക്കന്മാരാണ് ഇവർ. ഇതിനെതിരെ ശക്തമായി പോരാടുന്ന ശോഭാ സുരേന്ദ്രൻ എന്തായാലും ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് മുന്നിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള വാർത്തയുമുണ്ട്. നമുക്കറിയാം കേരളത്തിൽ പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു ശക്തിയാണ് ശോഭാ സുരേന്ദ്രൻ. കണ്ണൂരിൽ പോയിട്ട് പോലും, ധർമ്മടത്ത് പോയിട്ട് പോലും, മട്ടന്നൂരിൽ പോയിട്ട് പോലും, കാഞ്ഞങ്ങാടും അതേപോലെ പയ്യന്നൂരിലടക്കം പോയി വെല്ലുവിളിച്ചുകൊണ്ട് പിണറായി വിജയനെ വെല്ലുവിളിക്കുന്ന ശക്തിയായ നേതാവാണ്, തീപ്പൊരി നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ഇപ്പം ശോഭാ സുരേന്ദ്രൻ പിണറായിക്കെതിരെ ഫൈറ്റ് ചെയ്യുമ്പോൾ പിണറായി വിജയനെയും അതേപോലെ കുടുംബത്തെയും സംരക്ഷിക്കുന്ന ആളുകളാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും. ഇപ്പോഴും ഈ പറയുന്ന യാത്രയിലെ കച്ചവടത്തിൽ ഇവർക്കെല്ലാം പങ്കാളിത്തമുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഇവിടെ നിന്നോട്ടെ എന്നുള്ള ധാരണയിൽ തന്നെയാണ് ഇത്തവണ ഇലക്ഷൻ പോകുന്നത്. വി മുരളീധരനും അതേപോലെ സുരേഷ് ഗോപിക്കും തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖരനും അനിൽ ആന്റണിക്കും 50,000 മുതൽ 1,00,000 വരെ വോട്ട് ചെയ്യാൻ പിണറായി വിജയൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അത് കെ മുരളീധരൻ ശരിക്കും ശക്തമായ ഭാഷയിൽ പുറത്തു പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ വിധത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ കച്ചവടം ജനങ്ങളെ CPM-നെ വിറ്റ് കാശാക്കുന്ന ഒരു നേതാവ് കൂടിയായി തീർന്നതിൽ മാർക്സിസ്റ്റ് അണികൾ വളരെ അസ്വസ്ഥരാണ്. അവർ ഇത്തവണ CPM-ന് വോട്ട് ചെയ്യാതെ നിർജ്ജീവമായി പോയി എന്നുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല അവർ UDF-നാണ് വോട്ട് ചെയ്തതെന്നുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ഈ പാർട്ടിയെ നശിപ്പിക്കുന്ന അന്തകനെ ഇനിയും വെച്ച് പുലർത്തിയാൽ CPM എന്ന മഹത്തായ പ്രസ്ഥാനം, EMS-ഉം AKGയും സുന്ദരയും ഗൗരിയമ്മയും ഒക്കെയുള്ള കെട്ടിപ്പടുത്ത ഈ പ്രസ്ഥാനം ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമാകുമെന്നുള്ള വിശ്വാസത്തിലാണ് പാവപ്പെട്ട അണികൾ. ആ അണികൾ ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനെതിരാണ്, പിണറായി വിജയനെതിരാണ്. എന്തായാലും പിണറായി വിജയൻ എന്ന കാരണഭൂതനെ പൊക്കി കൊണ്ടുപോയി ഇപ്പോൾ അദ്ദേഹം കോടാനുകോടി രൂപ ആസ്തിയുള്ള ഒരു അന്താരാഷ്ട്ര ലെവലുള്ള നേതാവായി, ബിസിനസ്സുകാരനായി മാറി, അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം കോടീശ്വരന്മാരായി മാറി എന്നുള്ള സത്യം ഇന്നിപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യം തന്നെയാണ്. നന്ദി, നമസ്കാരം.